നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി വിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് മുന്നണികളുടെ ചങ്കിടിപ്പേറുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ്. കോഴിക്കോടും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. 1987 ശേഷമുള്ള ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേത്. LDF ഭരണ തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ 80-ലധികം സീറ്റുകൾ ഉറപ്പാണെന്ന് UDF ക്യാമ്പ് വ്യക്തമാക്കുന്നു. ഭരണവിരുദ്ധ തരംഗമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെങ്കിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്ന് UDF വിലയിരുത്തുന്നു. തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണയും ആവർത്തിക്കുമെന്ന് LDF കരുതുന്നു. ചുരുങ്ങിയത് 3 സീറ്റെങ്കിലും ജയിക്കാനാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കടുത്ത മത്സരം നടന്ന മലബാറിലെ പല മണ്ഡലങ്ങളിലും ഇക്കുറി കനത്ത പോളിംഗാണ് നടന്നത്. വടക്കുള്ള പല ജില്ലകളിലെയും പോളിംഗ് സംസ്ഥാന ശരാശരിക്കും മുകളിലാണ്. SIRന് ശേഷമുള്ള ആദ്യ ബല പരീക്ഷണം മലബാറിൽ ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലും കണക്ക് കൂട്ടലിലുമാണ് മുന്നണികൾ. കോഴിക്കോട് ജില്ലയിൽ 81.36%, പാലക്കാട് 80.56%, എറണാകുളം 78.89%, മലപ്പുറം 79.82%, കാസർഗോഡ് 79.11%, വയനാട് 78.81%, കണ്ണൂർ 78.60%, ആലപ്പുഴ 77.39%, ഇടുക്കി 71.15%, തൃശൂർ 71.11%, തിരുവനന്തപുരം 77.4%, കൊല്ലം 76.29%, കോട്ടയം 74.77%, പത്തനംതിട്ടയിൽ 70.76%. വടക്കുള്ള പല ജില്ലകളിലെയും പോളിംഗ് സംസ്ഥാന ശരാശരിക്ക് മുകളിലാണ്. SIRന് ശേഷമുള്ള ആദ്യ ബല പരീക്ഷണം മലബാറിൽ ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലും കണക്ക് കൂട്ടലിലുമാണ് മുന്നണികൾ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.